2034 മുതൽ സംസ്ഥാന സർക്കാരിന് വരുമാന വിഹിതം കിട്ടേണ്ട പദ്ധതിയാണ്. ഓരോ ശതമാനം വെച്ച് ഓരോ വർഷവും കൂടി വരും. 2080 ആകുമ്പോഴേക്ക് ഇതിൽ ഉടമസ്ഥാവകാശം സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടതാണ്. ഇതൊരു സ്വകാര്യ പദ്ധതിയല്ല. ഇപ്പോൾ ഇവിടെ MSCയുടെ പങ്കാളിത്തമുള്ള എന്നൂരും മുന്ദ്രയും ഒക്കെ അദാനി ഗ്രൂപ്പിൻ്റെ സ്വകാര്യ പദ്ധതികളാണ്. ഇവിടെ സർക്കാരിൻ്റെ പാർട്ടിസിപ്പേഷനുള്ള സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ 6000 കോടി രൂപ സർക്കാർ ചെലവഴിച്ചിട്ടുള്ള ഒരു പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. അപ്പോൾ അവിടെ ഒരു പുതിയ നിക്ഷേപം വരുമ്പോൾ, ഒരു ഓഹരി കൈമാറ്റം വരുമ്പോൾ സർക്കാർ ഇരുട്ടിലാണ് എന്നുള്ളത് ആശ്ചര്യജനകമാണ്. ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം, MSC കമ്പനി ഇതിനെ മൊണോപ്ലൈസ് ചെയ്യുമോ? അങ്ങനെ ഒരു കമ്പനിയുടെ മൊണോപ്പൊളി വരുമ്പോൾ മറ്റ് കമ്പനികൾ സ്വാഭാവികമായും ഈ തുറമുഖത്തെ തഴയും. അവർക്ക് അവിടെ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാവില്ല. അത് തുറമുഖത്തിൻ്റെ ഭാവി വികസന സാധ്യതകളെയും അതുവഴിയുള്ള വരുമാനത്തെയും ബാധിക്കും തുടങ്ങിയവയാണ്. ഒരു സാമ്പത്തിക ധനകാര്യ വിദഗ്ധന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനെ എങ്ങനെ കാണണം? ഇപ്പം ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ശ്രീ സമ്പത്ത്, അതേപോലെ മാരിടൈം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞ കാര്യം, BJPയുടെ വക്താവൊക്കെ പറഞ്ഞ കാര്യം ഞാൻ കേട്ടു. എനിക്ക് തോന്നുന്നത് ഇന്നേ വരെ കേരളം കണ്ടിട്ടുള്ള, കേരളം മാത്രമല്ല ഭാരതം കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ഹയസ്റ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് നേരിട്ടുള്ള വിദേശ നിക്ഷേപം. നേരിട്ടല്ലാത്ത വിദേശ നിക്ഷേപം നമ്മൾ സാധാരണ പറയുന്നത് ഓഹരി വിപണിയിൽ വരുന്ന നിക്ഷേപത്തിനെയാണ്. ഓഹരി വിപണിയിൽ വിദേശ പണം അല്ലെങ്കിൽ വിദേശ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും അവർക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. നേരിട്ടുള്ള വിദേശ നിക്ഷേപം അതിൻ്റെ സ്വഭാവം മാറി നിൽക്കുന്നത് ഏത് പ്രോജക്റ്റിലാണോ അവർ പണം കൊണ്ടിടുന്നത് അതിൻ്റെ വിജയത്തിലും അതിൽ നിന്നുള്ള റിട്ടേണിലും ലാഭത്തിലുമൊക്കെ തീർച്ചയായിട്ടും അവർക്ക് താല്പര്യം കാണും. ആ നിക്ഷേപം സംരക്ഷിക്കപ്പെടണമെന്ന് മാത്രമല്ല, ആ നിക്ഷേപത്തിൽ നിന്നും റിട്ടേൺസ് കിട്ടാനായിട്ടുള്ള തരത്തിലുള്ള ഒരു അപ്രോച്ചായിരിക്കും വിദേശ നിക്ഷേപകർ പൊതുവെ സ്വീകരിക്കുക. പിന്നെ പരമ്പരാഗതമായി വളർന്നു വന്നിട്ടുള്ള നമ്മുടെ നാട്ടിലെ പൊതു സാമ്പത്തിക നയത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കിയാൽ ഇപ്പം നമ്മൾ വർത്തമാനം പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന റിസ്കുകൾ, അതായത് കുത്തക വിദേശ കമ്പനികൾ ഇവിടെ വരുന്നു, അവർ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ പരിധിയിൽ അവർ നിൽക്കുമോ, ദേശദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്താൽ എന്തെല്ലാം നമ്മൾ ചെയ്യും, എന്ത് ചെയ്യാൻ സാധിക്കും, കൂടാതെ നമ്മുടെ അറിവോ ഒന്നും കൂടാതെ തന്നെ ഒരു സുപ്രഭാതത്തിൽ അനൗൺസ് ചെയ്യാണ്. അഭിലാഷ്, സാധാരണ ഇമാതിരി വിദേശ നിക്ഷേപത്തിൻ്റെ സ്വഭാവം തന്നെ ഓർക്കേണ്ടത് 13,500 1.8 ബില്യൺ കോടിയാണല്ലോ ഇപ്പോൾ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പത്ര റിലീസിൽ കൂടി മനസ്സിലാക്കിയ നമ്മുടെ ഫിഗർ ഇത് അവസാന നിമിഷം എല്ലാം രണ്ട് പാർട്ടികളും എഗ്രി ചെയ്തതിന് ശേഷം മാത്രമേ സാധാരണ പുറത്തു വിടാറുള്ളൂ. പിന്നെ നമ്മുടെ ആശങ്ക ഇവർ നമ്മളെ വിഴുങ്ങിക്കളയുമോ? ചുരുക്കി പറഞ്ഞാൽ അങ്ങനത്തെ ആശങ്ക അസ്ഥാനത്താണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ആ ആശങ്ക റിയലിസ്റ്റിക് ആണ്, അത് തീർച്ചയായിട്ടും കാര്യമായിട്ട് എടുക്കണം. അതിനെ തടയിടണം എന്നുണ്ടെങ്കിൽ ഇന്നും ഞാൻ പറയുന്നു, കേരള ഗവൺമെൻറ്റിന് ഇത് നിഷേധിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യമുണ്ട് കൺസെഷൻ എഗ്രിമെൻറ്റിൽ. അപ്പോൾ പൊതു അഭിപ്രായം, ഞാനതിനോട് യോജിക്കുന്നില്ല. പൊതു അഭിപ്രായമല്ല, MSCയുടെ കാശൊന്നും നമുക്ക് വേണ്ട. നമുക്ക് അതായത് ഈ കറൻസി അല്ലെങ്കിൽ നിക്ഷേപത്തിന് കളറുണ്ട് എന്നുള്ളതാണല്ലോ സമീപനം. കാശ് അദാനിയുടേതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതുവരെ എത്തി. കാരണം അത് രണ്ട് ഗവൺമെൻറ്റുകളും, UDF ഗവൺമെൻറ് അംഗീകരിച്ചു, LDF ഗവൺമെൻറ് കാലത്ത് സപ്പോർട്ടും ഈ പദ്ധതിക്ക് കൊടുത്തല്ലോ. അതിൽ നിന്നും അദാനി കമ്പനി, ഇപ്പോൾ അദാനിയുടെ പണമോ MSCയുടെ പണമോ, ആ പണത്തിലുള്ള വ്യത്യാസം എന്നുള്ളതിനപ്പുറത്ത് ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് MSC. അപ്പോൾ മറ്റ് ഷിപ്പിംഗ് കമ്പനികൾക്ക് ആക്സസ് ഇല്ലാത്ത വിധത്തിൽ അവരിതിനെ ഒരു മൊണോപ്പൊളി, വിഴിഞ്ഞം പോലെ വളരെ പൊട്ടൻഷ്യലുള്ള ഒരു പോർട്ടിനെ അവരുടെ മൊണോപ്പൊളിയാക്കി മാറ്റുമോ? അത് ഒരു മൾട്ടി ഓപ്പറേറ്റർ പോർട്ടായി വളരേണ്ട ഒരു പോർട്ടിനെ കുറെ കൂടി ചുരുക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ആശങ്കയാണ്. യഥാർത്ഥത്തിൽ വലിയ വികസന സാധ്യതകൾ ഈ കമ്പനിയുടെ കുത്തകയോടുകൂടി ചുരുങ്ങുമോ എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ ഒരു സംശയം. അതിനുത്തരവുണ്ട് അഭിലാഷ്. ആ കാര്യം അല്ലെങ്കിൽ ആ ചോദ്യം വളരെ റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യം, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഓൺ ദ ഗ്രൗണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് അഭിലാഷ്? വള്ളാർപ്പാടം നേരത്തെ റെഫർ ചെയ്തതുപോലെ ഇന്ന് വള്ളാർപ്പാടം പദ്ധതിയിലെ ഓഹരിയുടെ ഓണർഷിപ്പ്, ഉടമസ്ഥ അവകാശം
DP വേൾഡ് എന്ന് പറയുന്ന ദുബായ് കമ്പനിയുടെ കൈവശം 85%. അതായത് ഇന്ത്യയിൽ നടത്തപ്പെടുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കൺസെഷൻ, അതാണല്ലോ കൺസെഷൻ എയർ എന്ന് പറയുന്നത്, നമ്മുടെ കൺസെഷൻ ആ പ്രോജക്റ്റിനുമുണ്ട്. ആ പ്രോജക്റ്റിൽ ആസ് വി സ്പീക്ക് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ 85% ഓഹരി UAE-യിലെ പ്രൈവറ്റ് കമ്പനിയായ DP വേൾഡിൻ്റെ കയ്യിലാണ്. ബോംബെയിലെ ജവഹർലാൽ നെഹ്റു പോർട്ടിൽ ഇത്രത്തോളം വിപുലമായിട്ടല്ലെങ്കിലും നിക്ഷേപം സിംഗപ്പൂരിലെ PSA എന്ന് പറയുന്ന കമ്പനി നടത്തിയിട്ടുണ്ട്. ഇനി നിക്ഷേപം നടത്തുന്ന ഒരു കമ്പനി, അത് വ്യക്തിയായിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കൊള്ളട്ടെ, വിദേശ നിക്ഷേപം ആയിക്കൊള്ളട്ടെ, അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതിനെ വിപുലീകരിക്കുക, ഇത് ഭംഗിയായിട്ട് നടത്തുക, ഇതിൽ നിന്ന് ലാഭം നേടുക എന്നുള്ളതൊക്കെ തന്നെയായിരിക്കും. ഇനി ആ ലാഭത്തിൻ്റെ ഒരു വശം പറഞ്ഞത് മൊണോപ്പൊളി, ഞാൻ കേട്ടു ആ വാക്ക്. മൊണോപ്പൊളിക്ക് ഇവിടെ നമ്മുടെ സംവിധാനത്തിൽ എന്താണ് നമ്മൾ പ്രതിനിധീകരിച്ചിട്ടുള്ളത് അഭിലാഷ്? കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്. അതായത് ഈ പോർട്ട് രംഗത്തല്ല, ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തോ മറ്റേത് രംഗത്തോ ഏതെങ്കിലും വലിയ ഒരു വമ്പൻ കോർപ്പറേറ്റ്, ഇപ്പോൾ ജിയോ നമുക്കറിയാം, ടെലികമ്മ്യൂണിക്കേഷനിൽ ധാരാളം പൈസ ഇറക്കി, മാത്രവുമല്ല നിരക്ക് കുറച്ചുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിന് ധാരാളം ചേർത്തു. ഏതാണ് നമ്മുടെ അംബാനിയുടെ ജിയോ. അതൊരു മൊണോപ്പൊളിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആമസോൺ, ആപ്പിളിൻ്റെ എഗൻസ്റ്റായിട്ടൊക്കെ നമ്മുടെ കോമ്പറ്റീഷൻ കമ്മീഷൻ നടപടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനത്തെ കുത്തകയെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഇഫക്റ്റീവായിട്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുണ്ട്. മാത്രവുമല്ല ഈ ആശങ്ക, അതാണ് ഞാൻ പറഞ്ഞത്, വലിയൊരു ആശങ്കയാണെങ്കിൽ നമ്മളിതിന് അനുമതി കൊടുക്കരുത്. പക്ഷെ അവിടെ വരുന്ന ദോഷം അഭിലാഷ്, ജിം ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സമ്പത്തിനൊക്കെ അറിയാം, 2003 തുടങ്ങിയ ഒരു എഫർട്ട് സംസ്ഥാന ഗവൺമെൻറ്, AK ആന്റണി മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, AB വാജ്പേയി അന്നത്തെ പ്രധാനമന്ത്രി, അന്ന് തൊട്ട് കഴിഞ്ഞ വർഷം ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയത് ആരാണ്? LDF ഗവൺമെൻറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തുടർച്ചയായി പല വർഷങ്ങളിലായി വിദേശ നിക്ഷേപം സ്വീകരിക്കാനും വരുത്താനും, നിക്ഷേപം തന്നെ വിദേശം മാത്രമല്ല സ്വദേശി പ്രൈവറ്റ് നിക്ഷേപം വരുത്താനും ഒക്കെയുള്ള നിരന്തരമായ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ജിമ്മിൽ വന്ന മൊത്തം പ്രോമിസ് 23,000 കോടി. കഴിഞ്ഞ തവണ എനിക്കൊന്ന് പ്രോമിസ്, അതായത് ചുമ്മാ ഒരു വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട തുക എല്ലാം കൂടെ കൂട്ടിയാൽ 35,000 കോടി എന്തോ ആയിക്കൊള്ളട്ടെ. അതിനെഗൻസ്റ്റായിട്ട് റിയലായിട്ട് 13,300 കോടി കേരളത്തിലെ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇത് ഇടാൻ കെൽപ്പുള്ള ഒരു കമ്പനി വരുന്നു. ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ഷിപ്പിംഗ് മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഒരു കമ്പനി വരുന്നു. നമുക്ക് വമ്പിച്ച വികസന സാധ്യതകൾ ഇതിൽ കൂടി ഒരുക്കപ്പെടുന്നു. അദാനിയേക്കാളും ഒരു സ്റ്റെപ്പ് മുന്നിൽ നിൽക്കുന്ന, കാരണം എക്സ്പീരിയൻസ്, ഷിപ്പിംഗ് മേഖലയിലുള്ള എക്സ്പീരിയൻസ്, പൈസ ഇടാനുള്ള കെൽപ്പ്, മൊത്തം നമ്മുടെ ഷിപ്പിംഗ് മാർക്കറ്റ്, ഗ്ലോബൽ ഷിപ്പിംഗ് മാർക്കറ്റിൻ്റെ 20% ഓണർഷിപ്പ് ഉള്ള ഒരു കമ്പനി വരുന്നത്, ബാങ്ക് ലോൺ കൊടുക്കുന്ന ആ ഒരു പരിചയം എനിക്കുണ്ട്. സർക്കാരിൻ്റെ സപ്പോർട്ട് ഞാൻ നിരീക്ഷിക്കാറുണ്ട്. കുറച്ചുകൂടി കെൽപ്പുള്ള ഒരു കമ്പനി നമ്മുടെ പ്രോജക്റ്റിൻ്റെ നിക്ഷേപത്തിൽ കൂടി പ്രോജക്റ്റ് ഓണറായിട്ട് പോലും മാറിയിട്ടില്ല. ആസ് ഓഫ് നോ 51-49 എന്നാണ് അവർ പറയുന്നത്. അതായത് അദാനിയുടെ കമ്പനിയിലെ 51 അദാനിയുടെ കൈവശം ഇപ്പോഴും ഉണ്ട്. നമ്മുടെ VISL ഗവൺമെൻറ് ഓഫ് കേരള കമ്പനി അതേപോലെ നിൽക്കുന്നു. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു അപകടം, ആശങ്ക ഉണ്ടെങ്കിൽ അതിന് തടയിടാനുള്ള സംവിധാനങ്ങളും റൈറ്റ്സും അവകാശവും നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഇത് ശരിക്കും ഞാൻ ഒരു സെന്റൻസ് മാത്രം അഭിലാഷ് പറഞ്ഞോളാം. ഇത് നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിക്കണം. നമ്മുടെ രാജ്യ താല്പര്യങ്ങൾ, സെക്യൂരിറ്റി ക്ലിയറൻസ്, സെക്യൂരിറ്റി ആംഗിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തടയിടണം. മാത്രമല്ല ഒരു നിർദ്ദേശം ശരിക്കും ചെയ്യേണ്ടത്, വിഴിഞ്ഞത്ത് ഇന്ന് ആസ് ദ ക്രോ ഫ്ലൈസ് 13 കിലോമീറ്ററേ ഉള്ളൂ തമിഴ്നാട്. ശരിക്കും ചെയ്യേണ്ടത് തമിഴ്നാട് കേരള ഗവൺമെൻറ്റുകൾ കൈകോർത്തുകൊണ്ട് ഈ ഒരു സംഭവ വികാസത്തിൽ നിന്നും പശ്ചാത്തല വികസനം, ജോബ്സിന്റെ എണ്ണം കൂട്ടുക, മറ്റുള്ള വികസനം, ഈ മൊത്തത്തിൽ ഏരിയയ്ക്ക് സാധ്യത ഉപയോഗിക്കണം എന്നുള്ളതാണ് താങ്കളുടെ വീണ്ടും